എല്ലാവർക്കും നമസ്കാരം. ഇക്ക ട്രെൻഡിന് ശേഷം രേണു സുധി അവതരിപ്പിക്കുന്ന പുതിയ നാടകം ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു ഗൈസ്. രേണു സുധിയുടെ ഇന്നത്തെ സ്റ്റോറി കണ്ടപ്പോൾ സങ്കടം വന്നു. സത്യം, ഞാനൊന്ന് വായിക്കാം. ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണമെന്ന് തോന്നിത്തുടങ്ങി. ഒരു കൂട്ട് വേണമെന്ന് മനസ്സാഗ്രഹിക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, രേണുവിൻ്റെ മനസ്സ് ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പം ഇക്ക പോയി, ഇച്ചായം പോയി, ചേട്ടൻ പോയി, ഇനിയിപ്പോൾ ഒരു കൂട്ട് വേണം. ഇത് അടുത്ത നാടകമാണ് എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? നാടകം എന്ന് ഉദ്ദേശിച്ച് എന്താണെന്ന് മനസ്സിലായോ? അതായത് മറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, വിവാദ വിഷയങ്ങളെല്ലാം കഴിഞ്ഞു, ആൽബത്തിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആൽബത്തിൻ്റെ ഷൂട്ടും പറഞ്ഞിട്ട് കുന്തളിപ്പ് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി പുതിയൊരു വിഷയം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇന്നിട്ടൊരു സ്റ്റോറിയാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇത് കണ്ടിട്ട് അടുത്ത പ്രോഗ്രാമിന് പോകുമ്പം, എന്തായാലും ഇനാഗ്രേഷൻസോ അല്ലെങ്കിൽ പ്രൊമോഷൻസോ ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന് പോകുമ്പോൾ മീഡിയക്കാർ ചോദിക്കണം, രേണു കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നല്ലോ, എന്താണ്, മനസ്സിലേക്ക് വേറെ എന്തെങ്കിലും ചിന്തകൾ വന്നോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മനസ്സിലേക്ക് കയറി വന്നോ എന്ന് മീഡിയക്കാരന്മാർ ചോദിക്കണം. ചോദിക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഇനി മീഡിയക്കാർ ചോദിച്ചില്ലെങ്കിൽ രേണുവിൻ്റെ കൂടെ നടക്കുന്ന ചില ടീമുകളുണ്ടല്ലോ, ഈ ക്യാമറയും പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഈ ചാനലുകൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി അവർ ചോദിക്കും, അല്ലെങ്കിൽ അവരെ കൂടെ ചോദിപ്പിക്കും. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴേക്കും പുതിയ വീഡിയോകൾ നമ്മുടെ മുന്നിലേക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് രേണു സുധി ഇന്ന് നടത്തിയത് ഈ സ്റ്റോറിയിലൂടെ. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് ഗസ് ചെയ്ത് നോക്കിയൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം, അടുത്ത 2 ദിവസം കൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനമാവും. മീഡിയ ചോദിക്കുന്നു, രേണു മറുപടി പറയുന്നു, അത് എനിക്കങ്ങനെ തോന്നി, അപ്പം ഞാൻ ഇട്ടു, ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ഒരാൾ വരുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ വന്നു എന്ന് പറയും, ഇക്ക വന്നതുപോലെ, ഇച്ചായൻ വന്നതുപോലെ വന്നു എന്ന് പറയും. കാണാൻ കിടക്കുന്നേ ഉള്ളൂ പൂരം, നമുക്ക് കണ്ടറിയാം എന്താ വിശേഷം എന്നുള്ളത്. ഇന്ന് നമ്മുടെ വിഷയം രേണു സുധി ഉണ്ട്, അനുമോളുണ്ട്, ആക്ടർ റഹ്മാനുണ്ട്. ഇവർ 3 പേരുമുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. രേണുവിൻ്റെ പുതിയ ഉഡായിപ്പ് നാടകം നമ്മൾ കാണാൻ ഇരിക്കുന്നു. അതിന് കേർട്ടൻ റൈസറാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അടുത്തത്, ലക്ഷ്മി നക്ഷത്രയെ വിളിക്കാറുണ്ടോ എന്ന് മീഡിയക്കാരന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുവിൻ്റെ ഒരു പ്രകടനം ഉണ്ട് അവിടെ, നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഫോണവര് കാണുന്നുണ്ടോ? ഇല്ല, എനിക്ക് വീട് അറിയത്തില്ല, എന്നെ മീറ്റ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു അവര് തിരക്കാണ്. കൊറേ വിളിച്ചിട്ട് ഇടയ്ക്ക് മെസ്സേജ് അയക്കാം. വേറെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, കുഴപ്പമില്ല. സർപ്രൈസ് അല്ലാന്ന് ഇനി ആ ഒരു വിഷമിക്കും. എന്റെ നാട്ടിൽ വന്നിട്ട് വിളിച്ചില്ല, അവര് തിരക്കാണ്, ഞാൻ കണ്ടായിരുന്നു. ചിലപ്പോ ഉള്ളിലുണ്ടെങ്കിലോ ഞാനിപ്പോ വീടേക്ക് വേണ്ടി വിളിക്കണ്ടല്ലോ, അല്ലാതെ വിളിച്ചോളാം. ചിന്തിച്ചു നോക്കിയാൽ ഒരു ഓപ്പൺ മൈൻഡ് അല്ലോ, അപ്പൊ നമ്മളൊക്കെ അറിയട്ടെ. ഓപ്പൺ മൈൻഡ് തന്നെയല്ല, ഒരു സൗന്ദര്യപ്പണക്കോ അല്ല. അപ്പൊ ചോദിച്ചോ അറിയാലോ, സർപ്രൈസ്. അപ്പൊ അവർക്ക് സർപ്രൈസ് കൊടുക്കും. അല്ല, ആക്ട് ചെയ്യുന്നില്ല. ഈ സ്ത്രീ എന്തൊരു ഉടായിപ്പാന്ന് കണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. മുൻപൊരിക്കൽ എയർപോർട്ടിൽ വെച്ചിട്ട്, കിച്ചു അമ്മ പോയിട്ട് വരാമേ, പോയിട്ട് വന്നിട്ട് ടാറ്റു ചെയ്യാമേ, ടാറ്റുവിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാമേ എന്ന് പറഞ്ഞ് മീഡിയയുടെ മുന്നിൽ ഒരു പ്രകടനം നടത്തിയ സ്ത്രീയാണ് ഇവർ. ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയെ വിളിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി നക്ഷത്ര ഫോൺ എടുക്കത്തില്ല. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. വിളിച്ചു കഴിഞ്ഞാൽ മീഡിയയുടെ മുന്നിലാണ്, നാണം കെടും. അതുകൊണ്ട് കാണിക്കുന്ന ഒരു മെഴുകലാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതല്ലാണ്ട് രേണു വിളിക്കാൻ മടിക്കുമെന്ന്? ലക്ഷ്മിയുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ, ലക്ഷ്മിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടെങ്കിൽ രേണു വിളിക്കാൻ മടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് മീഡിയയുടെ മുമ്പിൽ എന്തൊരു അഭിനയമാണ് അവർ കാഴ്ചവെച്ചത്. പക്ഷേ മീഡിയക്കാർ ആ ഉടായ്പ് പൊളിച്ചു. ഇടയ്ക്കിടയ്ക്ക് മീഡിയ പണി കൊടുക്കുന്നുണ്ട്, കാരണം യഥാർത്ഥ മീഡിയ പണി കൊടുക്കുന്നുണ്ട്. രേണുവിൻ്റെ മീഡിയ അല്ല. രേണുവിൻ്റെ മീഡിയ ഇമാതിരി കാര്യങ്ങളൊന്നും കാണിക്കില്ല. പക്ഷേ യഥാർത്ഥ മീഡിയ രേണുവിന് പണി ഇങ്ങനെ ചില ഇടവേളകളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈയിടെയായിട്ട് രേണു അങ്ങനെയുള്ള മീഡിയകളെ ആരെയും അധികം അടുപ്പിക്കാറില്ല. പകരം രേണു തന്നെ ഷൂട്ട് ചെയ്ത് മീഡിയകൾക്ക് അയച്ചു കൊടുക്കുക പതിവ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ പെട്ടുപോയത്. ഇവിടെ കിടന്ന് മെഴുകുകയാണ് വിളിക്കാതിരിക്കാൻ വേണ്ടി. വിളിച്ചു കഴിഞ്ഞാൽ എടുക്കത്തില്ല, എടുത്തില്ലെങ്കിൽ നാറും. അതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചോളാം, മീഡിയയുടെ മുമ്പിൽ അവർ തിരക്കാണ്. മുൻപ് ചിന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രേണു ഇപ്പോൾ അവർ തിരക്കാണ്, ലക്ഷ്മി തിരക്കാണ് എന്ന ലെവലിലേക്ക് മാറി. അതായത് ഒരു രീതിയിലും ഇവർക്ക് ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, ആരോടും ഒരു നന്ദി എന്ന് പറയുന്ന സാധനമില്ല. ലക്ഷ്മി എന്തുകൊണ്ട് ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല? ലക്ഷ്മി തന്നെ, ഞാൻ മുൻപൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ, രേണു തന്നെയാണ് ഈ
സുധിയുടെ മണമുള്ള പെർഫ്യൂം കൊണ്ടുകൊടുത്തപ്പോഴേക്കും അത് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത് എനിക്ക് വന്നൊരു കമൻറ്റാണ്. അവർ കണ്ടൊരു ഇൻ്റർവ്യൂവിൽ അവർ കണ്ടൊരു കാര്യമാണ് ലക്ഷ്മിക്ക് ഇത് പറയുന്നതായിട്ട്. രേണുവാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാനത് എടുത്തതെന്ന് പറഞ്ഞത്. അല്ലാണ്ട് ലക്ഷ്മിക്ക് അത് മാർക്കറ്റ് ചെയ്യണമെന്നോ, കാരണം ഇവർക്ക് വൈറലാവണം, ഇവർക്ക് ലൈം ലൈറ്റിലേക്ക് വരണം, അത് ഇവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. അതേപടി നടന്ന് പോകുന്നുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ വായിച്ച ആ സ്റ്റോറി പോലും ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഇല്ലെങ്കിൽ നിങ്ങളത് എഴുതി വെച്ചോ, വിത്തിൻ 3 or 4 days നിങ്ങൾക്കത് മനസ്സിലാവും അതൊരു ഡ്രാമയാണ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം. കുറച്ച് വ്ളോഗേഴ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. രേണുസുതി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ റീലും പഴയ ആൽബം ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണ്. ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ടും കാര്യങ്ങളും എന്താ പറയാ സിനിമ അതൊക്കെ എനിക്ക് കൊണ്ട് താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ, എനിക്ക് ഒരു വിഷയമല്ല. ഞാൻ ഇതിന് പോകത്തില്ല, പഴയ റീലിനും ആൽബത്തിനും ഒന്നും പോകാതെ ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ എനിക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, ഇന്റർനാഷണൽ ഷൂട്ട് തന്നെ താന്നേ, ഞാൻ വീട്ടിൽ. രേണു എന്നോട്ടാ ഇന്റർനാഷണൽ എന്ന വാക്ക് പറഞ്ഞു തുടങ്ങിയത്? ഇനി ഇന്റർനാഷണൽ ഷൂട്ട് ഇതുപോലത്തെ ഷൂട്ടാണോ ഉദ്ദേശിക്കുന്നത്? ഞാനത് അധികം കാണിക്കുന്നില്ല, വെറുതെ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഇതാണോ രേണു ഉദ്ദേശിച്ച ഇന്റർനാഷണൽ ലെവൽ ഷൂട്ട്? ഇതാണോ? ഇതാണെങ്കിൽ ആർക്കും പറ്റില്ല. മാന്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും. ഈ പറയുന്ന ഷൂട്ട് വിളിക്കാനും അല്ലെങ്കിൽ ഷൂട്ട് വർക്കുകൾ തരാനും ഒക്കെ ആൾക്കാരുണ്ടാവും, മാന്യമായിട്ടുള്ള വർക്കുകളാണെങ്കിൽ. അല്ലാണ്ട് ഇമാതിരി വർക്കുകൾക്കാണെങ്കിൽ ആരും ഉണ്ടാവത്തില്ല. അതിന് ഈ പറയുന്ന RJ ലച്ചുവിന് മാത്രമേ പറ്റുള്ളൂ ഇതുപോലത്തെ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി. പിന്നെ കൂടെ ആടാൻ ദാസേട്ടനും പ്രതീഷിനും അതുപോലെ അക്ഷയ്ക്കൊക്കെ പറ്റുള്ളൂ, നാട്ടുകാർക്ക് പറ്റില്ല. ഇൻ്റർനാഷണൽ ലെവൽ ഷൂട്ട്. അപ്പോൾ രേണുവിൻ്റെ വിഷയം തൽക്കാലം നമുക്കവിടെ നിർത്താം. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയായിരുന്നല്ലോ. പൊങ്കാലയ്ക്ക് മീഡിയക്കാരന്മാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു അവിടെ, നമ്മൾ കണ്ടതാണ്. പക്ഷേ അനുമോളുടെ അടുത്ത് ഈ മീഡിയക്കാർ വന്നിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളാണ് നമ്മുടെ അടുത്ത വീഡിയോ. അതിൽ ഒരെണ്ണം രേണുവുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം. ഇവിടുന്ന് അഭിപ്രായം കേട്ടു. അല്ല അങ്ങനെയല്ല, സംഭവം മനസ്സിലായോ? അതായത് ഈ വീഡിയോക്കാരൻ ചോദിക്കുകയാണ്, ഒരു പറച്ചിൽ കേട്ടു ചേച്ചിയാണ് സുന്ദരി എന്ന്, അതായത് പുറത്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് മതിയായില്ല, അപ്പോൾ ഇനി കുടുംബത്തിനകത്തുണ്ടാക്കുന്നതാണ്. അനുവിനോട് പറയുകയാണ് ചേച്ചിയല്ലേ സുന്ദരി, അനുവിനേക്കാളും സുന്ദരി ചേച്ചിയല്ലേ. അപ്പോൾ അനു പറഞ്ഞു അതിനിപ്പോൾ എന്താ കുഴപ്പം? അനുവിൻ്റെ മറുപടി ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത ലെവലിൽ മറുപടിയാണ് കൊടുക്കുന്നത്. അതിന് അനുവിനൊരു ഹാറ്റ്സ് ഓഫ് പറയുകയാണ്. കാരണം ഇവന്മാർക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. ചേച്ചി സുന്ദരിയായപ്പോൾ എന്താ കുഴപ്പം? ചേച്ചിയിൽ ആദ്യം ജനിച്ചത്, അതുകൊണ്ട് ചേച്ചി സുന്ദരിയായി, പിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവർ വിചാരിച്ചു, മീഡിയക്കാരന്മാർ വിചാരിച്ചു അനു തിരിച്ച് പ്രൊവോക്കാവും. അതായത് എന്ന് ആര് പറഞ്ഞു ഞാനാ സുന്ദരി എന്ന് പറയുമെന്നൊരു പക്ഷേ വിചാരിച്ച് കാണും. അതുകൊണ്ടായിരിക്കും അമ്മ അതിന് ചോദ്യം ചോദിച്ചത്. ഓക്കെ, അടുത്ത വീട്ടിലേക്ക് പോകാം. രേണുസുതിക്ക് എന്താ എപ്പോഴും ചേച്ചിയുടെ കാര്യം പറയുമ്പോഴത്തേനും ഒരു ഭയങ്കര ഇറിറ്റേഷൻ പോലെ, അല്ലെ പുള്ളിക്കാരത്തി ചേച്ചിയെ പറ്റി പറയാൻ വലിയ കംഫർട്ടബിൾ അല്ല. എന്താ ചേച്ചിക്ക് ഇത് രേണുസുതിക്ക് ചേച്ചിയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല എന്നാ ചേച്ചി അല്ല, ചേച്ചിന്റെ കാര്യം പറയുമ്പോൾ മോശം അഭിപ്രായമാണ്. അതെന്താ അങ്ങനെ? എനിക്കറിഞ്ഞൂടാ സത്യമായിട്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല. എന്റെ അടുത്ത് കുറച്ച് പേര് എടുത്ത് ചോദിച്ചു, പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം. ഒരു പ്രശ്നമില്ല, എന്റെ അറിവില് എനിക്ക് പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നമില്ല. അതാ ഞാൻ പറയുന്നേ, എന്താ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും എന്റെ അറിവിലൊരു പ്രശ്നമില്ല. എന്തെങ്കിലും കാണിക്കട്ടെ, ഞാൻ മൈൻഡ്. ഇതൊന്നും എന്റെ ലൈഫിൽ വലിയ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങളൊന്നല്ല. ഇറങ്ങുന്ന ടൈമിലാണ് ലാസ്റ്റ് ആയിട്ട് കാണുന്നത്. അന്നും ഹായ് ബായ് പറഞ്ഞ് ഒക്കെ പോയതാണ് എല്ലാവരുമായിട്ടൊക്കെ. പൊതുവെ ഞാൻ അങ്ങനെ ആരോടും മെസ്സേജ് അയക്കാറില്ല. വളരെ കുറച്ച് പേരുമായിട്ട് മാത്രം കോണ്ടാക്ട്സ് ഉള്ളൂ. അപ്പോൾ അവരായിട്ട് മാത്രം ഇങ്ങോട്ട് മെസ്സേജ് അയക്കാറും അങ്ങോട്ടുള്ളൂ. പുള്ളിക്കാരിയായിട്ട് എന്താ പ്രശ്നം അറിയില്ല. ഞാനും കണ്ടു, എനിക്ക് ഒരുപാട് പേര് തയ്ച്ചു തന്നു. ചോദ്യം അവിടെ അവസാനിച്ചേ. അനുവിൻ്റെ അറിവിൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ ഇമാതിരി ചോദ്യങ്ങൾ ഈ ഉത്സവത്തിന് അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല പോലുള്ളൊരു ചടങ്ങ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അവരത്രയും ആഗ്രഹിച്ച് വന്ന് നിൽക്കുന്ന, സന്തോഷത്തോടെ വന്ന് പൊങ്കാലിടാൻ വരുന്നവരോട് ഇമാതിരി തൊലിഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചു നിൻ്റെയൊക്കെ ഒരു മനസ്സുണ്ടല്ലോ. സമ്മതിച്ചു മോനെ, രേണുസുതിക്ക് അനുവിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് രേണുസുതിയോടല്ലേ ചോദിക്കേണ്ടത്, അല്ലേ? അനുവിനോടൊന്നും ചോദിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ അവരോട് ചോദിക്കുക. അവരോട് ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് മറുപടി കിട്ടിയല്ലോ. അവർക്ക് ഇവരെ ഇഷ്ടമല്ല, എന്താ പറയുക, ഇവരുടെ ഹൈപ്പ് അവർക്ക് ഇഷ്ടമല്ല. അവർ കുപ്രസിദ്ധിയാണല്ലോ. ഇവിടെ അനുവിന് അങ്ങനെ കുപ്രസിദ്ധിയല്ല ഉണ്ടായിട്ടുള്ളത്.
അതുകൊണ്ട് അവർക്ക് അതുകൊണ്ട് സഹിക്കുന്നില്ല. അതിൻ്റെ മറുപടിയാണ് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അനു അവിടെ പ്രോഗ്രാമിന് പോയില്ലല്ലോ, ഇവിടെ അതിന് പോയില്ലല്ലോ, അനു ഒന്നിനും പങ്കെടുക്കുന്നില്ലല്ലോ, അത് അനുവിൻ്റെ ഇഷ്ടമല്ലേ. രേണുവിന് പോകാൻ പറ്റുമെങ്കിൽ രേണു പോകണം. പക്ഷേ രേണു അതല്ല പറഞ്ഞത്. എന്നാൽ അനുവിടെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? അവരങ്ങനെ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനിവിടെ യാതൊരു പ്രശ്നമില്ല എന്നല്ലേ അനു പറയുന്നത്. അതാണ് ക്വാളിറ്റി, അതാണ് കുടുംബത്തിൽ പറഞ്ഞ ക്വാളിറ്റി. ഇനി മീഡിയക്കാരന്മാരുടെ എന്താ പറയുക, നെഞ്ചത്തിട്ടൊരു അടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ടർ റഹ്മാൻ ഉണ്ടല്ലോ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ആ പ്രോഗ്രാമിൽ അദ്ദേഹത്തോട് ഒരു മീഡിയ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. അതിനുള്ള മറുപടി അദ്ദേഹം കൊടുക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ശോഭന, രോഹിണി ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഗോസിപ്പുകൾ ഞങ്ങൾ ആ കാലത്ത് വായിച്ചിട്ടുണ്ട്. ഗോസിപ്പുകൾ അത് ഞാൻ 18-19 ഇയേഴ്സ് ഓഫ് ഏജ് ആയിരുന്നു ആ സമയത്തൊക്കെ. അപ്പം ഒരു ടീനേജർ എന്ന് പറയാം. ശോഭനയും രോഹിണിയൊക്കെ ആയിരുന്നു എൻ്റെ അധികം പടത്തിലെ ഹീറോയിൻസ് ഇതാക്കിയിട്ട്. അപ്പം ഇവിടെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്ക് ഞാൻ പറയും, ശോഭന നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ, ഇങ്ങനെയൊക്കെ ആയിരുന്നുള്ളൂ അന്നത്തെ ഒരു ഇത്. അപ്പോൾ എൻ്റെ ബൈക്ക് ഉണ്ടാവും, ആ ബൈക്കിലിരുന്ന് അങ്ങനെ ചുറ്റി എവിടെയെങ്കിലുമൊക്കെ പോയി ഐസ്ക്രീം കഴിക്കുക, പോവുക, അതൊക്കെ ആയിരുന്നു. ഇത് പിന്നെ നിങ്ങളെപ്പോലെ ആൾക്കാർ അത് കണ്ടിട്ട് വേറെ രീതിയിൽ എഴുതി, അതൊക്കെ ആയിരുന്നു. ഇരുത്തിക്കൊണ്ട് ഏറ് കേട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് ഈ സംഭവം ഇപ്പോൾ കണ്ടത്. അതായത് അന്ന് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വളച്ച് ചുറ്റി എഴുതി പിടിപ്പിച്ച് വലിയ വലിയ വാർത്തയാക്കി മാറ്റി. അതാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ഇതല്ല ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന ആക്ട്രസ്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. പലരുടെയും വീഡിയോകൾ വൈറലായിട്ടുണ്ട്. എന്തിൻ്റെ പേരിലാണ് വൈറലായത്? പൊങ്കാല ഇടാൻ വരുന്ന എല്ലാ സ്ത്രീകളും, ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളും ഈ നേരിയ സാരി എടുത്തായിരിക്കും വരുന്നത് അല്ലേ? ഇവന്മാർ, ഈ മീഡിയക്കാരന്മാർ നേരെ പോകുന്നത് അഭിനേത്രികളുടെ മുന്നിലേക്കായിരിക്കും, നടിമാരുടെ മുമ്പിലേക്കായിരിക്കും. അവർ മറ്റേ കുനിഞ്ഞു നിന്ന് പായസം ഇളക്കുന്നതും അരി കഴുകിയിടുന്നതും ഈ കുനിഞ്ഞു നിൽക്കുന്ന ആ പോസ് ഫുള്ള് ഇവർ ക്യാപ്ചർ ചെയ്യും. അതിനകത്ത് എവിടെയൊക്കെ കാണാൻ പറ്റുമോ അതെല്ലാം ഇവന്മാർ ക്യാപ്ചർ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യും. സ്വന്തം വീട്ടിലുള്ള നിൻ്റെയൊക്കെ അമ്മയും പെങ്ങളുമാരാണ് ഇതുപോലെ അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ പൊങ്കാലയ്ക്കൊക്കെ പോയിട്ട് പൊങ്കാലിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നീയൊക്കെ പോയി ക്യാപ്ചർ ചെയ്യും. അവരുടെ ക്ലേവേജും കാണിച്ച്, അവരുടെ അവിടെയും കാണിച്ച് ഇവിടെയും കാണിച്ച് നിങ്ങൾ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് തെറിയൊക്കെ മുഴുവൻ ആരാണ്? അവരുടെ വസ്ത്രധാരണം ശരിയല്ല, അവർ ഡ്രസ്സ് ധരിച്ചത് ശരിയല്ല. പിന്നെ ചില ആൾക്കാർ, ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർ ഓഫ് കോഴ്സ് അത് കാണിക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവന്മാർ അത് ഒപ്പിയെടുത്തിട്ട് പബ്ലിക്കിലേക്ക് ഇടാൻ വേണ്ടി ഇവൻ്റെയൊക്കെ അമ്മയും പെങ്ങളുമാണെങ്കിൽ ഇവനൊക്കെ അത് ചെയ്യുമോ? എനിക്ക് മനസ്സിലാവുന്ന ഞാൻ ചോദിക്കുക. ഇനി സാധാരണക്കാർ ഇതുപോലെ ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാരില്ലേ? സാധാരണക്കാരുടെ അത്തരം വേഷവിധാനങ്ങൾ ആരും കാണുന്നില്ല. ലക്ഷക്കണക്കിന്, ഏകദേശം 5 ലക്ഷത്തിന് മേളിൽ ആൾക്കാരാണ്, 5 ലക്ഷത്തിന് മേളിൽ പോയിട്ടുണ്ടാവും, കണക്ക് കൃത്യമായിട്ട് പുറത്ത് വന്നിട്ടില്ല. 5 ലക്ഷത്തിന് മേളിൽ ആൾക്കാരാണ് പൊങ്കാലിടാൻ വന്നത്. അതിനകത്ത് നടിമാരെ മാത്രമാണ് ഇവന്മാർ ക്യാപ്ചർ ചെയ്യുന്നത്, ഇവന്മാർ ഷൂട്ട് ചെയ്ത് അവന്മാരുടെ ചാനലിടുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പൊങ്കാല കേൾക്കുന്നതും അവർ തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അന്നരാജൻ, മീര അനിൽ, അങ്ങനെ എത്രയോ ആൾക്കാർ, രമ്യ പണിക്കർ, എത്രയോ ആൾക്കാർ. ഇവരുടെയൊക്കെ ചാനലിൽ വരുന്ന വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ കാണണം. ആലോചിച്ച് നോക്കിയേ, തെറി കേൾപ്പിക്കാൻ വേണ്ടി അവരെ തെറി കേൾപ്പിക്കാൻ വേണ്ടി ഇവന്മാർ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. അരി കഴുകിയിടുമ്പോൾ ചിലപ്പോൾ ഇവർ ശ്രദ്ധിക്കില്ലായിരിക്കാം, ചിലപ്പം മനഃപൂർവ്വമായിരിക്കും, നമുക്കതൊന്നും അറിയില്ല. പക്ഷെ എന്നാൽ പോലും അതിനെ ഷൂട്ട് ചെയ്തിരുന്നുകൊണ്ടാണല്ലോ പബ്ലിക് അറിയുന്നത്, പബ്ലിക് കാണുന്നത്. അതും ഷൂട്ട് ചെയ്യുന്നത് കറക്റ്റ് ആംഗിൾ പിടിച്ചൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, അതാണ് രസം. അതായത് അരി കഴുകിയിടുമ്പോഴേക്കും താഴെ നിന്ന് ഷൂട്ട് ചെയ്താൽ മുഖം കിട്ടും, ഇവർക്ക് മുഖം വേണ്ട, അതുകൊണ്ട് മേളിൽ നിന്ന് ഷൂട്ട് ചെയ്യുള്ളൂ. സമ്മതിക്കണം പ്രഭു, നിങ്ങളെയൊക്കെ സമ്മതിക്കണം. നിൻ്റെയൊക്കെ അമ്മയും പെങ്ങളും നിൻ്റെയൊക്കെ ഭാര്യമാരൊക്കെ ഇതുപോലെ വന്നിക്കുമ്പോൾ നീക്ക് ഇതുപോലെ ഷൂട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യണം. ഇതിനൊക്കെയുള്ള ധൈര്യം എവിടെ നിന്ന് വരുന്നറിയോ? ഇവൻ്റെ ഒന്നും മുഖം പുറത്ത് കാണുന്നില്ല, ഈ ചാനലുകളുടെ ഒന്നും മുഖം പുറത്ത് കാണുന്നില്ല. ആ മുഖം പുറത്ത് കാണിച്ചുകൊണ്ടാണ് ഇവർ ചെയ്തിരുന്നെങ്കിൽ ഇത് കാണിക്കില്ല, ഇമാതിരി തോന്നിവാസം കാണിക്കില്ല. അതിന് ഈ നടിമാർ തന്നെ മുന്നിട്ടിറങ്ങണം. എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മുന്നിൽ ഇവർ ക്യാമറയും കൊണ്ട് വരുമ്പോൾ ആ ക്യാമറ അങ്ങോട്ട് പിടിച്ച് തിരിച്ചു വെച്ചു വിടണം, അവരുടെ മുഖം കാണിച്ചു വിടണം. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ അവരുടെ മുഖം ഷൂട്ട് ചെയ്തിട്ട് ദേ ഇന്ന വീഡിയോ ഷൂട്ട് ചെയ്ത ആൾ ഇതാണ് എന്നും പറഞ്ഞ് പബ്ലിക്കിലേക്ക് കാണിച്ചു വിടണം. നിങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളത് നിങ്ങളുടെ മാർക്കറ്റിംഗ് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല, ചില ആൾക്കാർ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശരീര വടിവ് അല്ലെങ്കിൽ ശരീര പ്രകൃതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഏത് തരം ഡ്രസ്സ് ധരിച്ചാൽ മോശം രീതിയിൽ പബ്ലിക്കിലേക്ക് പോകില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യുക, എക്സ്പോസ് ചെയ്യാത്ത ലെവലിലേക്ക് ഡ്രസ്സ് ധരിക്കുക. ഇത്തരം ചടങ്ങുകൾക്കെങ്കിലും വരുമ്പോൾ, ഇനാഗുറേഷന് പോകുന്നതല്ലല്ലോ, ഒരു പൊങ്കാല, ഒരു അമ്പലത്തിലൊരു വിശേഷം വരുന്നതല്ലേ, അവിടെ നമ്മൾ ഇനാഗുറേഷന് പോകുന്ന അതേ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാലോ, ഉടുത്തത് നേരിയതും സാരിയൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഉടുക്കേണ്ട രീതിക്ക് ഉടുത്തിരുന്നെങ്കിൽ ഇനി എങ്ങനെ ഉടുത്താലും ഇവന്മാർ ക്യാപ്ചർ ചെയ്യേണ്ട ക്യാപ്ചർ ചെയ്യും, അത് വേറെ കാര്യം. മറ്റേ 56 പിന്നു കുത്തി വെച്ചാലും അവിടെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവന്മാർ അവിടെ ആയിരിക്കും സൂം ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഒരുപാട് പേര് അതിൻ്റെ പേരിൽ ട്രോളുകൾ മേടിക്കുന്നുണ്ട്. സോ നിങ്ങൾ തന്നെ നിങ്ങളെ സൂക്ഷിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ഇവന്മാർ വരുമ്പോഴേക്കും ഒന്നുകിൽ നിങ്ങൾ മാറുക, താല്പര്യമില്ലാന്ന് പറഞ്ഞ് മാറുക, അതല്ലെങ്കിൽ ഇവരുടെ മുഖം പബ്ലിക്കിലേക്ക് നിങ്ങൾ തന്നെ
വിടുക. അതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മുന്നിലേക്കാണല്ലോ വരുന്നത്. നിങ്ങൾക്ക് മൊബൈൽ എടുത്ത് നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു എവിഡൻ്റായി നിങ്ങൾ എന്താണ് പറഞ്ഞത്, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ പുറത്ത് വന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവരുടെയൊക്കെ മുഖം പുറത്ത് കാണിക്കാനും പറ്റും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സോ നിങ്ങളിൽ ആരൊക്കെയാണ് പൊങ്കാലിടാൻ പോയത് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.